ഹായ്, നിങ്ങൾ രക്ഷിതാവാണെങ്കിൽ ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് പോകണം. ഒരിക്കൽ ഒരു ടീച്ചർ ക്ലാസ്സിൽ കുട്ടിയോട് പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും എഴുതൂ, വലുതായാൽ ആരാവണം, നിങ്ങളുടെ അംബീഷൻ ഒന്ന് എഴുതൂ എന്ന് പറയും. കുട്ടികൾ പലരും സാധാരണ പോലെ പലതും എഴുതി. അങ്ങനെ ആ പേപ്പറുകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ടീച്ചർ വീട്ടിൽ പോയി. വീടെത്തിയ ശേഷം ടീച്ചർ ആ ഓരോ പേപ്പറും വീട്ടിലിരുന്ന് രാത്രി അങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു. അതിലൊരു പേപ്പർ വായിച്ചപ്പോൾ ടീച്ചർ അങ്ങനെ കണ്ണിൽ കണ്ണുനീരങ്ങനെ ഒഴുകുന്നുണ്ട്. കരയുന്ന ടീച്ചറോട് ഹസ്ബൻഡ് ഒന്ന് ചോദിക്കുന്നത് എന്ത് പറ്റിയെന്ന് ചോദിച്ച് ആ പേപ്പർ ടീച്ചർ കാണിച്ചു കൊടുക്കും. അതിലൊരു കുട്ടി എഴുതിയ ആഗ്രഹം ഇങ്ങനെയായിരുന്നു: എനിക്കെൻ്റെ വീട്ടിലെ ടെലിവിഷൻ ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കാൻ എൻ്റെ ചുറ്റും എപ്പോഴും ആളുകളുണ്ടാവും. എൻ്റെ ചുറ്റും എൻ്റെ കുടുംബങ്ങൾ വന്ന് എപ്പോഴും ഇരിക്കും, എന്നെ കേൾക്കും, എൻ്റെ മുന്നിൽ ചിരിക്കും, എൻ്റെ കൂടെ സമയം ചെലവഴിക്കുമെന്നാണ് എഴുതിയത്. എന്നിട്ട് ആ ഭർത്താവ് ടീച്ചറുടെ മുഖത്തേക്കാണ് നോക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, അത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ മോനാണ് എഴുതിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്ത് നോക്കൂ. നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗവും നമ്മുടെ മൊബൈൽ ഉപയോഗവും വീട്ടിലെ പണികളും ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയമെങ്കിലും ഒരു ക്വാളിറ്റി ടൈം അവരോട് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇന്ന് സ്കൂളിൽ എന്താണ് സംഭവിച്ചത്, ഇന്ന് എന്നെ സന്തോഷിപ്പിച്ച കാര്യം എന്താ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്കെന്തെങ്കിലും സപ്പോർട്ട് വേണോ, അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഒന്ന് ചോദിച്ചറിയാൻ നമ്മൾ ഇരുന്നേ പറ്റൂ. എപ്പോഴും ഓർക്കുക, സ്നേഹം വീട്ടിൽ നിന്ന് നമ്മുടെ മക്കൾ കിട്ടിത്തുടങ്ങിയാൽ അവരത് അന്വേഷിച്ചുകൊണ്ട് പുറത്തു പോകില്ല. ഓൾ ദി ബെസ്റ്റ് പാരൻസ്.